നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓടിയെത്തുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളങ്ങനെയാണ്. എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും സമയത്ത് നമ്മളവിടെ അവരോടൊപ്പം എത്തിപ്പെടും. അങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരിക്ക് ഒരു വിഷമം ഉണ്ടായി. അവർ നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തി ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞിട്ട് ഞാനും ശാലിനിയും കൂടി ഒന്ന് കാണാൻ പോയി. ആശയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആശ തിരിച്ച് നമ്മൾ നേരത്തെയും ഇതുപോലെ തന്നെയാണ് പോകുന്ന സമയത്തായാലും അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ അതിപ്പോൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ചമ്മന്തി ആയിക്കോട്ടെ ഒരു മോര് കാച്ചിയതായിക്കോട്ടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെന്ന സമയത്തും അവൾ നാട്ടിൽ നിന്ന് ചമ്മന്തി പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മാങ്ങ അച്ചാർ, പിന്നെ മോരവിടെ കാച്ചി, അങ്ങനെ അതെല്ലാം ഒരു എന്തോ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ അതൊരു സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലാണതൊക്കെ. എന്തായാലും അത് കൊണ്ടുവരുന്ന സമയത്ത് നല്ല പച്ചനെല്ല് കുത്തിയ അരി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ചോറ് വെച്ചത്. അതിൻ്റെ കൂടെ ആ ഒരു പുളിശ്ശേരിയും ആ മാങ്ങ അച്ചാറും ആ ഒരു ചമ്മന്തിപ്പൊടിയും കൂടെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ലെവൽ തന്നെ വേറെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ വീണ്ടും കുറച്ച് കണ്ടുമുട്ടി. ഒരു ദിവസം ഫുള്ളില്ല, ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചിരുന്നു. കുറേ കാര്യങ്ങളും വർത്തമാനങ്ങളും റീൽസുകളും ഒക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. മുരളിച്ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.